കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ആളിക്കത്തിക്കാനൊരുങ്ങി BJP. കാരണം തൃശ്ശൂരിൽ ഇപ്പോൾ ED പിടിമുറുക്കിയിരിക്കുകയാണ്. നാളെ PK ബിജു ഉൾപ്പെടെ ഉള്ളവർ EDക്ക് മുമ്പിൽ ഹാജരാകും. ജില്ലാ സെക്രട്ടറി ഹാജരാകുന്നു. കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം നീളുന്ന ഒരു സാഹചര്യം. ആദായ നികുതി വകുപ്പും ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുന്നു. ഈ അവസരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തൃശ്ശൂരിലെത്തിക്കാനുള്ള BJPയുടെ ശ്രമം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ മാസം 15-ന് നരേന്ദ്രമോദി തൃശ്ശൂരിൽ വീണ്ടും എത്തിയേക്കും. ഇരിങ്ങാലക്കുടയിൽ, അതായത് കരുവന്നൂരിന് സമീപമുള്ള ഇരിങ്ങാലക്കുടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്തിച്ചുകൊണ്ട് കരുവന്നൂർ ബാങ്ക് വിഷയം ഉയർത്തി ഒരു വലിയ മൂവ്മെന്റ് നടത്താൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അനുകൂലമായൊരു മറുപടി ലഭിച്ചതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. ഏതായാലും വരും ദിവസങ്ങളിൽ EDയും ഒപ്പം തന്നെ ആദായ നികുതി വകുപ്പും ഒക്കെ തന്നെ ഒരു ശക്തമായ നീക്കം നടത്താൻ ഒരുങ്ങുന്നതെന്നുള്ള സൂചനയെ പുറത്തു വരുന്നത്. കാരണം ഇതിനോടകം തന്നെ CPMന്റെ വിവിധ ബാങ്ക് അക്കൗണ്ടുള്ള 10 കോടി രൂപ മരവിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ സഹകരണ ബാങ്കുകളിൽ നിന്നുള്ള പണം വിവിധ പേരുകളിൽ അടക്കം മാറ്റി നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള ചില സൂചനകളും ഈ സംഘത്തിന്, അതായത് ഈ ED അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഏതായാലും ഈ മാസം 15-ന് ആലത്തൂർ മണ്ഡലത്തിൽ പ്രധാനമന്ത്രി എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നൊരു ചെറിയ മാറ്റം കൂടി, അതായത് ആലത്തൂരിൽ എത്തുന്ന പ്രധാനമന്ത്രിയെ ഇരിങ്ങാലക്കുടയിൽ കൂടി എത്തിച്ചുകൊണ്ട് കരുവന്നൂർ വിഷയത്തിനകത്ത് ഒരു വ്യക്തത വരുത്തുക, അല്ലെങ്കിൽ കരുവന്നൂർ വിഷയത്തിൽ BJPയുടെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുക. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം BJPയുടെ ബൂത്ത് തല പ്രവർത്തകരുമായി പ്രധാനമന്ത്രി നടത്തിയ ആ ഒരു ഇൻട്രാക്ഷനിൽ അദ്ദേഹം പ്രധാനമായി എടുത്തു പറഞ്ഞ ഒരു കാര്യം, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒരാളെ പോലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല, പാവപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കൊടുക്കുമെന്നാണ്. അത് പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു വലിയ നീക്കമാണ് BJP നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.